നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വാ എല്ലാവരും. തിളപ്പിച്ച വെള്ളമാണ്, അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് നമ്മൾ ഇത്രയാണ് കോളിഫ്ലവർ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 300-350 ഗ്രാം കാണും. അത് നമ്മൾ അടർത്തിയെടുത്ത് കഴുകിയെടുത്തതാണ്. അത് നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇട്ട് വെക്കാൻ പോവുകയാണ്. രണ്ട് സവാള ക്യൂബായിട്ട് കട്ട് ചെയ്താണ്. എന്നിട്ടിങ്ങനെ ഇതളായിട്ട് നമ്മൾ ഇളക്കിയിടണം കേട്ടോ. പിന്നെ ഒരു ക്യാപ്സിക്കം, അതും ക്യൂബായിട്ട് കട്ട് ചെയ്തു. ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഒരു 5 അല്ലി വെളുത്തുള്ളി, അതും ചെറുതായിട്ട് കട്ട് ചെയ്തു. ഒരു പച്ചമുളക്, അതും കട്ട് ചെയ്തു. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കാൻ പോവാണ്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതിനുള്ള ഉപ്പ്, ഒരു മുട്ടയും കൂടെ ചേർക്കുകയാണ്. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയാണ് നമ്മളൊരു കോഴിമുട്ട ചേർക്കുന്നത്. മിക്സ് ചെയ്യാം. ാക്കി ഇനി നമ്മൾ വെള്ളത്തിൽ നിന്ന്, ആ ചൂടുവെള്ളത്തിൽ നിന്ന് കോരി വെച്ചിരുന്ന കോളിഫ്ലവർ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഒരു കടായി വെച്ചു. നമ്മൾ സൺഫ്ലവറാണ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അത് ചൂടാകുമ്പോൾ നമുക്ക് ആ കോളിഫ്ലവർ, മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി, നമ്മൾ അത് ഓരോന്നായിട്ട് ഇടുകയാണ്, ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചിട്ട് കൊടുക്കാവേ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞ് നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് വെച്ച് ഫ്രൈ ചെയ്യാവേ. ഒരു ഗോൾഡൻ കളറാവുന്ന വരെ ഫ്രൈ ചെയ്യുക. ഓരോന്നായി കോരിയെടുക്കുകയാണ്. അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാതെ
രണ്ടാമത്തെ സെറ്റും ഗോൾഡൻ ബ്രൗൺ ആയി. നമ്മളിത് കോരിയെടുക്കാൻ പോവാണ്. പാത്രത്തിലെ എണ്ണ കുറച്ച് മാറ്റി, അതിനുശേഷം ചൂടായ എണ്ണയ്ക്കകത്തോട്ട് വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, അതിൻ്റെ പച്ചമുളക് മാറുന്നിടം വരെ ഒന്ന് വഴറ്റുക. വെച്ചിരിക്കുന്ന സവാള ചേർക്കുകയാണ്. ഇതൊന്നും അധികം വഴളേണ്ട കാര്യമില്ല, ഒന്ന് വാടി കിട്ടുക, ഇത്രയേ ഉള്ളേ. നമ്മൾ കഴിക്കുമ്പോഴേ ആ ഒരു ചെറിയ ബൈറ്റ് നമുക്ക് കിട്ടണം സവാളയുടെയൊക്കെ. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തേ. അടുത്തത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കുകയാണ്. സോസ് 1 ടേബിൾ സ്പൂൺ, സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഈ ഡിഷസിനൊക്കെ കുക്കിംഗ് ടൈം വളരെ കുറവാണ്. സ്പൂൺ കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നേ, അത് ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. ഇത് ഡ്രൈ ആയിട്ടും എടുക്കാം, ഗ്രേവി ആയിട്ടും എടുക്കാം, ആവശ്യം അനുസരിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ അല്പം ഗ്രേവി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഇനിയും വെള്ളം ചേർക്കാവേ. നമ്മളൊരു സെമി ഗ്രേവി ടൈപ്പിലാണ് എടുക്കുന്നത്. ഇത് സ്നാക്സ് ആയിട്ടും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നാൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഗോബി മഞ്ചൂരിയൻ. അതിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവേ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല. ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഗോബി മഞ്ചൂരിയൻ റെഡിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും നാൻ്റെ കൂടെയും അത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു വെജിറ്റേറിയൻ ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സന്തോഷമായിരിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, നല്ല കമൻറ്റുകൾ ഇടുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാമേ.